നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ആ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ സർവേശ്വര. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 29. നമ്മൾ കഴിഞ്ഞ ദിവസം ഏകദേശം 32 ശ്ലോകം വരെ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഈ ഒരു അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊന്ന് അതിൻ്റെ ഒരു ചുരുക്കം ഓർത്തെടുക്കാം. അതായത് ഭക്തിയോഗത്തിൻ്റെ അമ്മ ദേവഹൂതി ഭഗവാൻ കപില വാസുദേവനോട് ചോദിച്ചത് ഭക്തിയോഗത്തെക്കുറിച്ച് വിശദമാക്കി തരാമോ എന്നാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുത്തത് ഭക്തിയോഗം എന്ന് പറയുന്നത് അതിൻ്റെ ആ സവിശേഷതയെക്കുറിച്ച്, അതായത് മനുഷ്യൻ്റെ മനസ്സ് സത്വരജ തമോ ഗുണങ്ങൾക്ക് വിധേയമായിട്ട് പലവിധമാണ് ചിന്തകൾ. അതുപോലെ തന്നെ ഭക്തിയോഗത്തിനും പല മാർഗങ്ങളാണ്. എല്ലാവരും ഒരേ തലത്തിലല്ല ചിന്തിക്കുന്നത്. അപ്പം അതുപോലെ ചിന്തകൾ വ്യത്യാസം വരുന്നതനുസരിച്ച് ഭക്തിയോഗത്തിൻ്റെ തലത്തിനും മാർഗങ്ങൾക്കും വ്യത്യാസം വരും. പ്രധാനമായിട്ടും 2 വിധത്തിലുള്ള ഭക്തിയാണ് ആളുകളിൽ കാണുന്നത്. ഒന്ന് സഗുണ ഭക്തിയും നിർഗുണ ഭക്തിയും. സഗുണ ഭക്തി എന്ന് പറയുന്നത് നമ്മൾ എല്ലാത്തിനും മീതെ ആയിട്ടുള്ള ആ ഒരു ശക്തി, നമ്മൾ ഈശ്വരൻ എന്നും ഭഗവാൻ എന്നും പരമാത്മാവ് എന്നും പരബ്രഹ്മം എന്നൊക്കെ പേര് വിളിക്കുന്ന ആ ഒരു ശക്തി, ആ ശക്തിയെ ഒരു ശരീരമായ രൂപത്തിൽ ഒരു വിഗ്രഹത്തിൽ കണ്ടുകൊണ്ട് ആരാധിക്കുക. ആ അതിനോടുള്ള ഭക്തി, അതാണ് സഗുണ ഭക്തി എന്ന് പറയുന്നത്. നിർഗുണ ഭക്തി എന്ന് പറഞ്ഞാൽ ആ എല്ലാത്തിനും മീതെ ഇരിക്കുന്ന ആ ശക്തി തന്നിലും സർവചരാചരങ്ങളിലും ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായി കാണുക. അപ്പോൾ ഒരു രൂപത്തിലല്ല, എന്ന രൂപമില്ലേന്ന് ചോദിച്ചാൽ സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമായിട്ട് കാണുക. അപ്പോൾ ഒരു രൂപത്തിൽ കാണുന്നില്ല എന്ന്, ഒരു വിഗ്രഹത്തിൽ ഒരു വിഗ്രഹത്തിൽ മാത്രമല്ല, ഒരു വിഗ്രഹത്തിൽ കാണുന്നില്ല എന്നല്ല, ആ വാക്ക് തെറ്റാണ്. ഒരു വിഗ്രഹത്തിൽ മാത്രമല്ല, സകലത്തിലും കാണുക. എല്ലാത്തിലും ആ ശക്തിയെ, ആ ഈശ്വരനെ കാണുന്ന ദർശനം, അതാണ് നിർഗുണ ഭക്തി. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? നിർഗുണം, ഗുണങ്ങളില്ല എന്ന് വെച്ചാൽ സത്വരജ തമോ ഗുണങ്ങൾക്ക് വിധേയമായ ഒരു രൂപത്തിലല്ല കാണുന്നത്. എന്നാൽ ഈ പ്രപഞ്ചം മുഴുവൻ, വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയായിട്ട് ആ ഭഗവാനെ കാണുന്നതാണ് നിർഗുണ ഭക്തി. അത് രണ്ടും പറഞ്ഞു തന്നു. സഗുണ ഭക്തി എന്ന് പറയുന്നത് ഭക്തിയോഗത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതായത് മനുഷ്യൻ്റെ മനസ്സ് അത്രയും ചെറുതായതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്താവായിട്ടുള്ള ഈശ്വരനെ ഒരു ശരീര രൂപത്തിൽ കണ്ട് ആരാധിക്കുക, ഒരു വിഗ്രഹത്തിൽ കണ്ട് ആരാധിക്കുന്ന ആ ഭക്തിയെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ളൊരു ഭാവമാണ് സഗുണ ഭക്തി എന്ന് പറയുന്നത്. പക്ഷേ എന്നും അതിൽ തന്നെ ഇരിക്കരുത് എന്നും ഭഗവാൻ പറഞ്ഞു. ഈ അധ്യായത്തിൽ നമുക്ക് പറഞ്ഞു തന്നു. അതായത് ആ സഗുണ ഭക്തിയിലൂടെ വളർന്നു വരുമ്പോൾ ഞാൻ ആരാധിക്കുന്ന ആ വിഗ്രഹത്തിൽ ഇരിക്കുന്ന ആ വിഗ്രഹത്തിൽ ആരുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്? ആ ഈശ്വരൻ തന്നെയാണ് ഈ ശരീരത്തിൽ, എൻ്റെ ഈ ശരീരത്തിൽ ഇരിക്കുന്നതും ഈ സർവ്വപ്രപഞ്ചത്തിൽ ഇരിക്കുന്നതും. ഒരു കിളി, ഒരു കാക്ക, ഒരു ഉറുമ്പ്, മഴ, വെയിൽ, പൂമ്പാറ്റകൾ, സകല കൃമികീടങ്ങൾ, സർവ്വചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്നത് അതേ ഈശ്വരൻ തന്നെ എന്ന ഭാവത്തിലേക്ക് എത്താൻ സാധിക്കണം. ഇല്ലെങ്കിൽ
ഇത്രയും വലിയ ഈശ്വര ശക്തിയെ ഒരു വിഗ്രഹത്തിൽ കണ്ടു ഒതുക്കിക്കളയുന്ന ഭക്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ഭക്തിയാവില്ല. അതായത് ഒരു ഭസ്മത്തിലേക്ക്, അതല്ലെങ്കിൽ ഒരു ചാരത്തിലേക്ക് ചാരത്തിലേക്ക് ഹോമദ്രവ്യങ്ങൾ അർപ്പിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഹോമം ചെയ്യുമ്പോൾ അഗ്നിയിലേക്ക് വേണ്ടേ അർപ്പിക്കാൻ എന്ന് പറഞ്ഞ മാതിരി ചാരത്തിൽ ഹോമദ്രവ്യങ്ങൾ അർപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ലാത്തതുപോലെയാണ് അങ്ങനെയുള്ള ഭക്തി. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരൻ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ ഒരു വിഗ്രഹത്തിൽ ഇരിക്കുന്നു, അപ്പോൾ അവിടെ മാത്രം ഈശ്വരൻ ഇരിക്കുന്നു എന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്താവായിട്ടുള്ള ഈശ്വരനെ നമ്മൾ അങ്ങനെ കാണുമ്പോൾ എത്ര ചുരുക്കി കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാനെ അങ്ങനെ കാണുന്നത് ഒരു ചാരത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ചാരത്തിനകത്തേക്ക് ഹോമദ്രവ്യങ്ങൾ അർപ്പിക്കുന്നത് പോലെ ഫലമില്ലാത്ത ഭക്തിയായി മാറും. അത് യഥാർത്ഥത്തിലുള്ള നിഷ്കളങ്ക ഭക്തിയല്ല. ഭക്തി ഏറ്റവും നല്ല അവസ്ഥയിലേക്ക്, നിർഗുണ ഭക്തിയിലേക്ക് ഉയരണമെങ്കിൽ ആ വിഗ്രഹത്തിലിരിക്കുന്ന ഈശ്വരനെ സർവ്വതിലും കാണാൻ സാധിക്കണം. നമ്മളൊക്കെ എങ്ങനെയാണ്? ക്ഷേത്രത്തിൽ പോകുന്നു, തൊഴുന്നു, അവിടെ ഈശ്വരൻ ഉണ്ട് എന്ന് വിചാരിക്കുന്നു, അവിടെ നല്ല സ്വഭാവത്തിൽ നിൽക്കുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ആളുകളെ ചീത്ത പറഞ്ഞുകൊണ്ട് നടക്കും, അല്ലേ? എല്ലാവരും ചീത്ത പറയുക. കാർ ഒന്ന് മുന്നിലോട്ട് പോയ ഒരാളുടെ കാറ് മറ്റേ കാറിനെ വെട്ടിച്ചൊന്ന് മുന്നിലേക്ക് പോയാൽ അപ്പം ഈഗോ അടിച്ചു. അപ്പം എങ്ങനെയുള്ള മത്സര ബുദ്ധിയെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം അവിടെ എവിടെയാണ് യഥാർത്ഥത്തിലുള്ള ഭക്തി? ഒരു കളങ്കമില്ലാത്ത ഭക്തി എവിടെയും കാണുന്നില്ല. കാരണം ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ വിഗ്രഹത്തിൽ ഈശ്വരൻ ഇരിക്കുന്നതായിട്ടാണ് സങ്കല്പിക്കുന്നത്. വേറെ എവിടെയും ഈശ്വരനെ കാണാൻ സാധിക്കാത്ത ഭക്തിയാണ്. അങ്ങനെ ഒരു ഭക്തി കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ നിർഗുണ ഭക്തി എന്ന് പറഞ്ഞാൽ അദ്വൈതമാണ്. ഒരേ ഒരു ചൈതന്യം സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. ഒരേ ഒരു ചൈതന്യം സർവചരാചരങ്ങൾക്കും പ്രവർത്തിക്കാനുള്ള ശക്തി നൽകുന്നു. ഒരേ ഒരു ചൈതന്യത്തിൽ നിന്നും വന്ന മായയുടെ സത്വരജതമോ ഗുണങ്ങളിൽ നിന്നുണ്ടായ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് ഈ പ്രപഞ്ചത്തിലെ സർവശരീരങ്ങളും. അപ്പം എന്താ വ്യത്യാസം എന്ന അദ്വൈത ഭാവമാണ് എല്ലാവർക്കും വരേണ്ടത്. അപ്പോൾ എത്ര കാലം വരെ നമുക്ക് സഗുണഭക്തി ചെയ്യാം എന്ന് പറഞ്ഞാൽ, അതായത് ഈശ്വരനെ ഇങ്ങനെ ഒരു വിഗ്രഹ രൂപത്തിൽ കണ്ട് ആരാധിച്ച് പ്രാർത്ഥിച്ച് പോവാം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്തരവും ഭഗവാൻ പറയുന്നുണ്ട് ഇതിൽ. അതായത് എന്ന് സർവപ്രപഞ്ചത്തിലും സർവചരാചരങ്ങളിലും നമുക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ശക്തിയായിട്ട് ഈശ്വരനെ കാണാൻ സാധിക്കുന്ന തലത്തിൽ നിൻ്റെ മനസ്സുയരുന്നുവോ അതുവരെ നിനക്ക് വിഗ്രഹാരാധന വെച്ച് ഈശ്വരനെ അതിൽ കണ്ടുകൊണ്ട് നിനക്ക് ആരാധിക്കാം. ആ തലത്തിലേക്ക് മനസ്സെത്തുന്നത് വരെ ആരാധിക്കാം. ഇപ്പം നമ്മളെപ്പോഴും പറയില്ലേ, ഇപ്പോൾ കൃഷ്ണ വിഗ്രഹം ദേവീ വിഗ്രഹമൊക്കെ വെച്ചിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ നാമം ജപിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പൂജാദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നു, പായസം വയ്ക്കുന്നു, നിവേദിക്കുന്നു, പൂമാല ചാർത്തുന്നു, നിത്യവും നാമങ്ങൾ ജപിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ടും എനിക്ക് എന്താ മനസ്സമാധാനം കിട്ടാത്തത്? എനിക്ക് എന്താ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ? എനിക്ക് എന്താ ഇത്രയൊക്കെ തരണം ചെയ്യേണ്ടി വരുന്നത്? ഞാൻ ഇത്രയൊക്കെ ഭഗവാനെ പൂജിച്ചില്ലേ എന്ന് പലരും പറയുന്നത് കേട്ടിട്ടില്ലേ? അതെന്താ ആ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ അവരെല്ലാവരും നിൽക്കുന്നത് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഒരു വിഗ്രഹത്തിലാണ്. ആ വിഗ്രഹത്തിനകത്ത് ക്ഷേത്രത്തിനകത്തിരിക്കുന്ന ചൈതന്യമാണ് ഈശ്വരൻ. ആ ഈശ്വരനെ വേറെ എവിടെയും അവർക്ക് കാണാൻ പറ്റുന്നില്ല. ഇവിടെ പറയുന്ന അദ്വൈതം എന്ന് പറഞ്ഞാൽ സുഖത്തിലും ദുഃഖത്തിലും ആ ഈശ്വരനെ കാണണം. നമ്മൾ ആരെങ്കിലും നമ്മളെ നന്മ പറഞ്ഞാലും ചീത്ത വിളിച്ചു പറഞ്ഞാലും അതിലും ഈശ്വരനെ കാണണം. നമുക്കൊരു പരാജയം സംഭവിച്ചാലും വിജയം സംഭവിച്ചാലും അതിൽ ഈശ്വരനെ കാണണം. ലാഭം ഉണ്ടായാലും നഷ്ടം ഉണ്ടായാലും അതിൽ ഈശ്വരനെ കാണണം. ആ ഭക്തിയാണ് യഥാർത്ഥ ഭക്തി. അത് വരുന്നില്ല. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഒരു വിഗ്രഹത്തിൽ പൂജാമുറിയിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ശക്തി. അതിൻ്റെ പുറത്തേക്ക് കാലെടുത്ത് വെച്ചാൽ എവിടെയും ഈശ്വരന് കാണാനില്ല. അപ്പം എന്താ സംഭവിക്കുക? കേൾക്കുന്നത് മുഴുവൻ പ്രശ്നങ്ങളായിരിക്കും. മനസ്സങ്ങനെയാണ്. പുറത്ത് എവിടെ ഈശ്വരനില്ല. അപ്പോൾ കേൾക്കുന്നതൊക്കെ പ്രശ്നങ്ങൾ, കേൾക്കുന്നതൊക്കെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ, ചീത്ത കാര്യങ്ങൾ, വേർതിരിവുകൾ. ആ പൂജാമുറിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടന്ന സകലതും ദ്വൈത. എല്ലാം വ്യത്യാസം. നല്ലത് ചീത്ത, നല്ലത് കേൾക്കുന്നു, ചീത്ത കേൾക്കുന്നു, അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു, മനസ്സ് അസ്വസ്ഥതപ്പെടുന്നു, ടെൻഷൻ കയറുന്നു, പല പല പ്രശ്നങ്ങളെ പിന്നെ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്നിട്ട് അതേ പൂജാമുറിയിൽ നിന്നിട്ട് ഭഗവാനോട് ചോദിക്കുക, എന്താ എനിക്ക് ഇങ്ങനെ മനസ്സമാധാനം തരാത്തതെന്ന്. അതിൻ്റെ ഉത്തരം ഇപ്പം കിട്ടിയോ? അതായത് മനസ്സമാധാനം കിട്ടണമെങ്കിൽ ആ ഇരിക്കുന്ന ഈശ്വരൻ തന്നെയാ ഞാൻ. ആ ഇരിക്കുന്ന ഈശ്വരൻ തന്നെ ഇവിടെ ചുറ്റുമുള്ളത് എന്ന് കണ്ടാൽ ആര് എന്ത് പറയുന്നത് കേട്ടാലും അതിലൊക്കെ ഈശ്വരാംശത്തെ കാണാൻ സാധിക്കും. ആര് എന്ത് നമ്മളെ നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന അനുഭവം എന്തായാലും അതിൽ ഈശ്വരനെ കാണാം. എന്ത് കണ്ടാലും അതിൽ ഈശ്വരനെ കാണണം. അങ്ങനെയൊന്ന് പോയി നോക്കി നോക്കൂ.
അപ്പം എന്താ സംഭവിക്കണേന്ന് വെച്ചാൽ സകലത്തിൽ ഈശ്വരാംശത്തിനെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് പതുക്കെ പതുക്കെ പക്വതയിലേക്ക് വരാൻ തുടങ്ങും. അതായത് നല്ലത് ചീത്ത എന്ന വേർതിരിവുകളില്ലാതെ വരുന്നത്, എല്ലാത്തിലും നല്ലതിനെ കാണുന്നത്. അപ്പം നല്ലത് ചീത്ത എന്ന വേർതിരിവില്ലാത്തൊരവസ്ഥയിലേക്ക് മനസ്സ് പാകപ്പെടുമ്പോൾ സ്വസ്ഥമായി. സകലത്തിൽ ഈശ്വരനെ കാണുമ്പോൾ മനസ്സ് സ്വസ്ഥമായി. അതാണ് എല്ലാവരും പറയുന്നത്. അതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞ വിഗ്രഹാരാധന വേണം. അതായത് അദ്വൈത ഭാവത്തിൽ സകലത്തിലും ഈശ്വരാംശത്തെ കാണാൻ പറ്റുന്ന രീതിയിൽ മനസ്സ് പാകപ്പെടുന്നത് വരെ ഇതാവാം. അല്ലാതെ ഇത് നിഷേധിക്കുന്നില്ല, ഇത് ബേസിക്കാണ്, ഇത് വേണം. ഇതിൽ കൂടെയാണ് എല്ലാവരും അങ്ങോട്ട് എത്തുന്നത്. പക്ഷെ അവിടെ തന്നെ നിൽക്കരുത്. അതാണ് പ്രത്യേകം പറഞ്ഞത്. അത് പറഞ്ഞിട്ട് പിന്നെ ഒരു തിരുത്തും കൂടിയും ഭഗവാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അദ്വൈതം മനസ്സിലുണ്ടാവണം, പക്ഷേ പുറമേക്ക് പ്രകടിപ്പിക്കുമ്പോൾ ദ്വൈതഭാവത്തിൽ വേണം പ്രകടിപ്പിക്കാൻ. അതായത് ഓരോരുത്തരും അർഹിക്കുന്നത് വേണം അവർക്ക് കൊടുക്കാനായിട്ട്. എല്ലാവരോടും ഒരേപോലെ കാണിക്കരുത്. ഒരു വലിയൊരു മഹാനായിട്ടുള്ളൊരു വ്യക്തിയെ കണ്ടാൽ അവർക്ക് നമ്മുടെ പണമോ സഹായമോ ഒന്നല്ല, അവരെ ബഹുമാനിക്കുകയാണ്. ആ രീതിയിലാണ് നമ്മൾ അവരിലെ ഈശ്വരാംശം, അവരിലെ ഈശ്വരനെ ഞാൻ കാണുന്നു, ഞാനും അവരുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനും ഒന്നാണെന്ന് വിചാരിക്കുമ്പോൾ അവരെ റെസ്പെക്റ്റ് ചെയ്യണം. ഇനി നമുക്കൊപ്പം നിൽക്കുന്ന, നമുക്ക് തുല്യമായ യോഗ്യതകളുള്ള ഒരേ മനോതലം അല്ലെങ്കിൽ ഒരേപോലെയുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അവരെ മൈത്രി ഭാവത്തിൽ കാണണം. അപ്പോൾ അവിടെ ഈഗോ വരാൻ പാടില്ല. എന്നിലും അവനിലും ഒരേ ഈശ്വരൻ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ താഴെയുള്ളവരെ കണ്ടാലോ, അവർക്ക് വേണ്ട അവരോട് നമ്മൾ കാണിക്കേണ്ട, അവരിലും എന്നിലും ഒരേ ഈശ്വരനാണെന്ന് കാണിക്കേണ്ടത്, നമുക്ക് ഉള്ളിലുള്ള അദ്വൈത ഭാവത്തെ നമ്മൾ പുറമേക്ക് പ്രകടിപ്പിക്കേണ്ടത് അവർക്ക് വിശക്കുന്ന വയറാണോ, ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും അവർക്ക് വാങ്ങിക്കൊടുക്കുക. അങ്ങനെ സഹായമായിട്ട്, ദയയായിട്ട്, അതുപോലെ മാനിക്കേണ്ടവരെ മാനിക്കേണ്ടത്, അതുപോലെ സൗഹൃദം വെക്കേണ്ടവരോട് സൗഹൃദം, ആ രീതിയിൽ വേണം ഈ അദ്വൈതത്തെ പുറത്തേക്ക് പ്രകടിപ്പിക്കുമ്പോൾ ദ്വൈതഭാവത്തിൽ വേണം പ്രകടിപ്പിക്കാൻ. പലരെയും പല രീതിയിൽ വേണം ട്രീറ്റ് ചെയ്യാനായിട്ട്. അദ്വൈതം ഉള്ളിലുണ്ട്, ഒരേ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്താ? ഓരോരുത്തർക്കും ശരീരരൂപത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ശ്രേഷ്ഠതയാണുള്ളത്. നമ്മളിപ്പോൾ അദ്വൈതത്തിൽ പറയുന്ന ഒരേ ഒരു വാക്ക് എന്താ? സർവചരാചരങ്ങളിലും ഈശ്വരൻ നിറഞ്ഞിരിക്കുന്നു. ചരവും അചരവും, ചലിക്കാൻ കഴിയുന്നതിലും ചലിക്കാൻ കഴിയാത്തതിലും ഈശ്വരൻ നിറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് അദ്വൈതത്തിൽ. അപ്പോൾ ജീവനുള്ളത് ജീവനില്ലാത്തത് എന്നുള്ളൊരു വേർതിരിവ് ഭാഗവതം പറയുന്നില്ല. പ്രപഞ്ചത്തിൽ ചലിക്കാൻ കഴിയുന്നത് ചലിക്കാൻ കഴിയാത്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ രണ്ടിലും ഈശ്വരൻ ഉണ്ട് എന്ന് പറയുമ്പോൾ രണ്ടിനും രണ്ട് ശ്രേഷ്ഠതയാണുള്ളത് അല്ലേ? ചലിക്കാൻ കഴിയാത്തതിനെ നോക്കുമ്പോൾ അതിനേക്കാൾ ശ്രേഷ്ഠം ചലിക്കാൻ കഴിയുന്ന വസ്തുക്കൾക്കാണ് അല്ലേ? ഇപ്പം നമ്മൾ ഒരു കല്ല്, അതിന് ചലിക്കാൻ കഴിയുന്നില്ല, അതിനേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുക ഒരു ചെടിക്കായിരിക്കും. ചെടിക്ക് ചലിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ നടക്കുകയല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് വളർന്നു വരുന്നുണ്ട്. കല്ലിന് എത്ര കാലം കഴിഞ്ഞാലും മാറ്റില്ല, അങ്ങനെ തന്നെ ഇരിക്കും അനക്കല്ലാണ്ട്. പക്ഷെ ചെടി വളരുന്നുണ്ട്, പുതിയ പുതിയ ഇലകൾ തളിർക്കുന്നുണ്ട്. അപ്പോൾ ചലിക്കാൻ കഴിയുന്നതിനേക്കാൾ ശ്രേഷ്ഠത എത്രയായാലും നമ്മൾക്ക് തോന്നുക ചലിക്കാൻ കഴിയുന്ന വസ്തുക്കൾക്കാണ്. ഇനി ചലിക്കാൻ കഴിയുന്നതിൽ തന്നെ ജീവബോധമുള്ളവയാണെങ്കിൽ ഒന്നും കൂടി ആ ശരീരാവയവങ്ങളൊക്കെ ജീവനെ പുറമെ ഉള്ളത് എന്ന രീതിയിൽ പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള അതാണെങ്കിൽ, അതായത് സസ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ മത്സ്യങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ എന്ന രീതിയിലേക്ക് കടക്കുമ്പോൾ ഒന്നും കൂടിയും ജീവൻ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ജീവസത്തകളായിരിക്കും. അവയ്ക്ക് ഒന്നും കൂടി പ്രാധാന്യമുണ്ട്. ഇനി ബുദ്ധിപരമായി കുറച്ചുകൂടി ചിന്തിക്കുന്ന ജീവികളാണെങ്കിൽ അതിന് ഇതിനേക്കാളും പ്രാധാന്യമുണ്ട്. മനസ്സിലായോ? ഇനി അതും കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ സംവേദന, അതായത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടും കേട്ടും ഗ്രഹിച്ചും കാര്യങ്ങൾ നടത്താൻ കഴിയുന്ന ജീവികളാണെങ്കിൽ അതിന് ഒന്നും കൂടി ശ്രേഷ്ഠതയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പറയുന്നത് ഇതില്ലേ സ്പർശിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന മൃഗങ്ങൾക്ക് അതിലേറെ ശ്രേഷ്ഠത രസം, രുചിച്ചറിയാൻ കഴിയുന്ന മൃഗങ്ങൾക്ക്. അതിൽ കൂടുതൽ ശബ്ദം കൊണ്ടറിയാൻ പറ്റുന്നത്, കാഴ്ച കൊണ്ട്, രൂപം കൊണ്ടറിയാൻ പറ്റുന്നത്, കാഴ്ച കൊണ്ട്, പിന്നെ രസം കൊണ്ടറിയാൻ പറ്റുന്നത്, ശബ്ദം കൊണ്ടറിയാൻ പറ്റുന്നത്, ഇങ്ങനെ ഓരോരോ ഇന്ദ്രിയങ്ങൾ കൊണ്ടറിയാൻ പറ്റുന്ന മൃഗങ്ങൾക്കും ശ്രേഷ്ഠതയുണ്ട്. അതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് താടി, പല്ല്, നിരകളുള്ള ജീവികൾക്ക്. അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഒരുപാട് കാലുകളുള്ളത്. അതിനേക്കാൾ ശ്രേഷ്ഠമാണ് 6 കാലുകളുള്ളത്. അതിനേക്കാൾ ശ്രേഷ്ഠമാണ് 2 കാലുകളുള്ള ജീവികൾ. അതാരായിരിക്കും? മനുഷ്യർ. അപ്പം ഭഗവാന്റെ ആ സൃഷ്ടിയിൽ എല്ലാം എല്ലാ ശരീരത്തിലും ഭഗവാൻ ഇരിക്കുന്നു. സൃഷ്ടി പലവിധം, പക്ഷെ ആ സൃഷ്ടിയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ആരാ?
രണ്ട് കാലുള്ള ജീവി എന്ന് പറയുമ്പോൾ അത് മനുഷ്യരാണ്. ഇനി മനുഷ്യരിൽ തന്നെ 4 വിഭാഗമുണ്ട്: ബ്രാഹ്മണ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. അതിൽ തന്നെ ബ്രാഹ്മണന്മാരിൽ തന്നെ പല ശ്രേഷ്ഠത വ്യത്യാസമുണ്ട്. ബ്രഹ്മത്തെ പഠിച്ചറിഞ്ഞ ബ്രാഹ്മണൻ ശ്രേഷ്ഠൻ. അതിനേക്കാൾ ശ്രേഷ്ഠനാണ് ആ അറിവിനെ അനുഭവിച്ചറിഞ്ഞവൻ. അതിനേക്കാൾ ശ്രേഷ്ഠനാണ് ആ അറിവിനെ അനുഭവിച്ചറിഞ്ഞ് മറ്റുള്ളവരുടെ സംശയങ്ങളെ ഇല്ലാതാക്കി കൊടുക്കുന്ന ഗുരുക്കന്മാരായിരിക്കുന്നവർ. അതിനേക്കാൾ ശ്രേഷ്ഠരാണ് സ്വന്തം കർമ്മം, നിയതമായ കർമ്മങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുന്നവർ. അവരെക്കാളും മുള്ളാണെന്ന് കേട്ടല്ലോ. ആത്മജ്ഞാനം നേടി ആ അറിവ് വെച്ച് മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഗുരുക്കന്മാരെക്കാൾ ശ്രേഷ്ഠമാണ് തന്നിൽ നിയതമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക്. നിഷ്കാമമല്ല, കാമിച്ച് തന്നെയാണെങ്കിൽ പോലും അവനവൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നവനാണ് അതിനേക്കാൾ ശ്രേഷ്ഠൻ. ഇനി അവനേക്കാൾ ശ്രേഷ്ഠനാണ് നിഷ്കാമമായ നിയതമായ കർമ്മങ്ങളെ നിഷ്കാമമായി ചെയ്യുന്നവർ. അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഈ ഭൗതിക ആസക്തികളിൽ നിന്നും മുക്തരായവർ. ഇങ്ങനെ ഓരോ ജീവികളുടെയും ജീവസത്തുകളുടെയും ശ്രേഷ്ഠതയ്ക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ശ്രേഷ്ഠതയുടെ വ്യത്യാസം അനുസരിച്ചിട്ട് വേണം അവരോടുള്ള നമ്മളുടെ ഉള്ളിലുള്ള അദ്വൈതത്തെ പുറമേക്ക് പ്രകടിപ്പിക്കേണ്ടത്. ഈ ശ്രേഷ്ഠതയുടെ വ്യത്യാസം അനുസരിച്ച് അതിലേറ്റക്കുറച്ചിലുകൾ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ശ്ലോകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തു കഴിഞ്ഞത്. ഇനി അതിൻ്റെ ബാക്കി. അപ്പോൾ അവസാനം 32ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു, ഭൗതികമായ സകലതിൽ നിന്നും ഈ ലോകത്ത് കാണുന്നതിൽ നിന്നൊക്കെ മനസ്സ് മുക്തമായി ഇരിക്കുന്നവർ ശ്രേഷ്ഠന്മാർ എന്ന് പറഞ്ഞിരുന്നു. ഇനി അവരെക്കാൾ ശ്രേഷ്ഠരായിട്ടുള്ളത് ആരാണെന്നാണ് ശ്ലോകം 33 പറയുന്നത്. തസ്മാത് മയി അർപ്പിത അശേഷ ക്രിയാത്മാ ആത്മനിരന്തരഃ മയി അർപ്പിതാത്മനഃ പുംസഃ മയി സന്യസ്തകർമ്മണഃ ന പശ്യാമി പരം ഭൂതം അകർത്തു സമദർശനാത്. തസ്മാത് അവനേക്കാൾ, ഭൗതികമായ ആസക്തികളിൽ നിന്നൊക്കെ മുക്തനായിരിക്കുന്നവനേക്കാൾ, മയി എന്നിൽ അർപ്പിത സമർപ്പിച്ച അശേഷക്രിയാത്മാ സകല കർമ്മങ്ങളെയും എന്നിലേക്ക് സമർപ്പിച്ച ആത്മാ എന്ന് വെച്ചാൽ ശരീരവും മനസ്സും ബുദ്ധിയും സകല കർമ്മങ്ങളെയും എന്നിലേക്ക് സമർപ്പിച്ചു. അത് നിരന്തരഃ ഇട്ടതടവില്ലാതെ, കുറച്ച് നാളത്തേക്കല്ല അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്കല്ല, സ്ഥിരമായിട്ട് ചെയ്യുന്ന സകല കർമ്മങ്ങളും. അതുപോലെ ഈ ശരീരം, മനസ്സ്, ബുദ്ധി ആ ഭഗവാന് എനിക്ക് സമർപ്പിച്ചു എന്ന്. അപ്പോൾ ഇവിടെ ശരീരവും മനസ്സും ബുദ്ധിയെ ഇങ്ങനെ സമർപ്പിച്ച് ചിന്തിക്കുക. അതായത് ശരീരം, നമ്മൾ പഠിച്ചു, ശരീരം എന്ന വസ്തുവിന് ചലിക്കാൻ ശക്തി വേണം, മനസ്സിന് ചലിക്കാൻ ശക്തി വേണം, ബുദ്ധിക്ക് ചലിക്കാൻ ശക്തി വേണം. ശരീരത്തിൻ്റെ ചലനമാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, മനസ്സിൻ്റെ ചലനമാണ് ചിന്തകൾ, ബുദ്ധിയുടെ ചലനമാണ് തീരുമാനങ്ങൾ. അപ്പോൾ ഈ 3 കാര്യവും നടക്കാൻ ആര് വേണം? ശക്തി വേണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ 3 കാര്യങ്ങളും ചെയ്യുന്നത് ആ ശക്തിയാണ് എന്ന് ഈ ശരീരത്തിൽ ഇരിക്കുന്ന ഞാനാകുന്ന ജീവാത്മാവ് അറിയും. ഇവിടെ ഞാനാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ ആത്മാവ് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ആ ആത്മാവ് സ്വയം തിരിച്ചറിയാണ്, ഇത് ഞാനല്ല, ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ചലിപ്പിക്കുന്നത് പ്രകൃതി എന്ന ശക്തിയാണ് എന്ന് തിരിച്ചറിയുക. അപ്പോൾ ശരീരം കൊണ്ട് എന്ത് കർമ്മം ചെയ്യുമ്പോഴും, എന്ത് പറയുമ്പോഴും, മനസ്സുകൊണ്ട് എന്ത് ചിന്തിച്ചാലും, ബുദ്ധി കൊണ്ട് എന്ത് തീരുമാനം എടുത്താലും ഈ ചലനങ്ങളൊക്കെ ആ പ്രകൃതി ശക്തിയുടെ തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന ചിന്താതലത്തിൽ നിന്നുകൊണ്ട് ഭഗവാനിൽ സമർപ്പിച്ച് കർമ്മം ചെയ്ത് ജീവിക്കുന്ന അവർ മയി അർപ്പിതാത്മന പുംസഹ, അങ്ങനെ എന്നിൽ പൂർണ്ണമായി സമർപ്പിച്ച വ്യക്തി, പുംസഹ എന്ന് വെച്ചാൽ മനുഷ്യൻ, മയി സന്യസ്ത കർമ്മണ, അവൻ്റെ സകല കർമ്മങ്ങളെ സന്യസ്ത പൂർണ്ണമായും എനിക്ക് വിട്ടു തന്നിട്ട്, അവൻ്റെ എല്ലാം എനിക്ക് വിട്ടു തന്നിട്ട് എനിക്കായി ഉപേക്ഷിച്ച്, എന്ന് വെച്ചാൽ ഭഗവാനിലേക്ക് കൊടുത്ത് ഭഗവാനിൽ സമർപ്പിച്ച ആ ഭക്തൻ അകർത്തു, ഞാൻ ഒരു കർമ്മവും ചെയ്യുന്നില്ല എന്ന് അകർത്തു, ഉടമസ്ഥൻ ഞാനല്ല കർമ്മങ്ങളുടെ, ആ ശക്തിയാണ് എന്ന ഭാവത്തിൽ സമദർശനാത്ത്, അപ്പോൾ ആ ശക്തി തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ സർവരെയും ചലിപ്പിക്കുന്നത് എന്ന ഭാവം. അപ്പോൾ സകലതും ഒന്ന് തന്നെയെന്ന് തോന്നും. അങ്ങനെ എല്ലാം ഒന്നായി കാണുന്ന ആ സമദർശനം, തുല്യമായ രീതിയിൽ കാഴ്ചപ്പാടോടുകൂടി കാണുന്നവനേക്കാൾ പരം, അവനേക്കാൾ ശ്രേഷ്ഠമായി ഭൂതം ഒരു ജീവജാലങ്ങളെയും ന പശ്യാമി, ഞാൻ ഈ ലോകത്ത് കാണുന്നില്ല എന്ന്. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠൻ ആരെന്ന് പറഞ്ഞു കഴിഞ്ഞു.
ഇത്രയും ചലിക്കാത്ത വസ്തുവിൽ നിന്ന് തുടങ്ങി ഭൗതികമായ ആസക്തികളിൽ നിന്നും മുക്തനായ ഒരു വിരക്തൻ വരെ എത്തിയിട്ട് അതിൻ്റെ മുകളിൽ നിൽക്കുന്നവൻ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞത് ശരീരവും മനസ്സും ബുദ്ധിയും എന്നിൽ സമർപ്പിച്ച്, അങ്ങനെ പൂർണ്ണമായി എന്നിൽ സമർപ്പിച്ച് കർമ്മം ചെയ്യുന്ന സകല കർമ്മങ്ങളെയും, കർമ്മം ചെയ്യാൻ എന്തുകൊണ്ടാണ്? ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും അല്ലേ? ആ കർമ്മങ്ങളെയൊക്കെ എന്നിൽ സമർപ്പിച്ച് ജീവിക്കുന്നവനേക്കാൾ ശ്രേഷ്ഠനായിട്ട്, അങ്ങനെ കർത്തൃത്വ ബോധമില്ലാതെ എല്ലാവരെയും തുല്യമായി കണ്ടുകൊണ്ട് ജീവിക്കുന്നവനേക്കാൾ ശ്രേഷ്ഠനായിട്ട് മറ്റൊരു വ്യക്തിയെയും ഞാൻ ഈ ലോകത്ത് കാണുന്നില്ല. അപ്പോൾ അവനാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠൻ. അപ്പോൾ ആ ശ്രേഷ്ഠത അറിഞ്ഞുകൊണ്ട് വേണം അവരോട് ഓരോരുത്തരോടും ബഹുമാനിക്കേണ്ടവരോട് ബഹുമാനിക്കുക, ദാനം കൊടുക്കേണ്ടവർ ദാനം കൊടുക്കുക, സഹായിക്കേണ്ടവരെ സഹായിക്കുക, സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുക. അങ്ങനെ വേണം എല്ലാവരോടുമുള്ള അദ്വൈത ഭാവത്തെ പുറമേക്ക് പ്രകടിപ്പിക്കാൻ. അതും പറഞ്ഞു. എന്നിട്ട് ശ്ലോകം 34, മനസാ ഏതാനി ഭൂതാനി പ്രണമേത് ബഹുമാനയൻ ഈശ്വരഃ ജീവകലയാ പ്രവിഷ്ടഃ ഭഗവാൻ ഇതി. മനസാ ഏതാനി ഭൂതാനി സർവചരാചരങ്ങളും പ്രണമേത്, സർവചരാചരങ്ങളെയും പ്രണമേത് എന്ന് വെച്ചാൽ പ്രണമിക്കണം, ബഹുമാനയൻ ബഹുമാനിച്ച്, ജീവകലയാ പ്രവിഷ്ട എല്ലാ ജീവൻ്റെ ഉള്ളിലും പ്രവേശിക്കുന്ന ഭഗവാനായിട്ടുള്ള ഈശ്വരഃ, എല്ലാത്തിൻ്റെയും ഈശ്വരനായിട്ടുള്ളവനാണ്. ഈ എല്ലാ ചരാചരങ്ങളുടെയും ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്ന ആ എല്ലാത്തിൻ്റെയും നിയന്താവായിട്ടുള്ള ഭഗവാൻ എന്ന് ഇതി എന്ന് വെച്ചാൽ ഇപ്രകാരം, മനസ്സാന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് ചിന്തിച്ച്, ഏതാനി ഭൂതാനി സർവചരാചരങ്ങളെയും പ്രണമിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. മനസ്സിലായ? എല്ലാ ചരാചരങ്ങളുടെ ഉള്ളിലും ഇരിക്കുന്നത് ആ ഈശ്വരനാണ് എന്ന ഭാവത്തിൽ കണ്ടുകൊണ്ട്, ഞാനും അവനും ഒന്ന് തന്നെ എന്ന ഭാവത്തിൽ, അതേ ചൈതന്യം തന്നെയാണ് ക്ഷേത്രത്തിലെ വിഗ്രഹത്തിലിരിക്കുന്നത് എന്നും കണ്ടുകൊണ്ട്, ആ ഒരേ ഏകത്വത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് സർവരെയും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ച്, വണങ്ങേണ്ടവരെ വണങ്ങുകയും ചെയ്ത്, സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുകയും സഹായിക്കേണ്ടവരെ സഹായിക്കുകയും ചെയ്യണം. ശ്ലോകം 35. ഇനി അദ്ദേഹം പറയാണ്, കപില വാസുദേവൻ ഭഗവാൻ പറയാണ്, ഭക്തി യോഗശ്ച മയാ മാനവി ഉദീരിത യയോ ഏകതരേണ ഏവ പുരുഷഃ പുരുഷം വ്രജേത്. ഭക്തി യോഗശ്ച അതായത് അമ്മ മകനോട് ചോദിച്ചത് ഭക്തി യോഗത്തെക്കുറിച്ച് പറഞ്ഞു തരാനാണ്. അതിൻ്റെ തൊട്ട് മുന്നേ അഷ്ടാംഗ യോഗത്തെക്കുറിച്ച് പറഞ്ഞു തരാനും ചോദിച്ചിരുന്നു. അപ്പോൾ ഭക്തി യോഗത്തെക്കുറിച്ചും യോഗശ്ച എന്ന് വെച്ചാൽ അഷ്ടാംഗ യോഗത്തെക്കുറിച്ചും മാനവി അല്ലയോ മനുപുത്രിയായ അമ്മേ മയാ എന്നാൽ ഉദീരിത വിശദമായി അമ്മയ്ക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം നിർത്താൻ പോവുകയാണ്. അതായത് ഭക്തി യോഗത്തെക്കുറിച്ചും അഷ്ടാംഗ യോഗത്തെക്കുറിച്ചും ഒക്കെ അമ്മയ്ക്ക് ഞാൻ വളരെ വിശദമായി പറഞ്ഞു തന്നിരിക്കുന്നു. യയോ ഇതിലേതെങ്കിലും ഏകതരേണ ഏവ ഒന്നിനെയെങ്കിലും പുരുഷഃ ഒരു മനുഷ്യൻ പുരുഷം പൂർണ്ണമായും പരിശീലിച്ച് പരിശീലിച്ചാൽ പുരുഷം എന്ന് വെച്ചാൽ ആ പരമപുരുഷനെ വ്രജേത് നേടാൻ സാധിക്കുന്നു. അപ്പോൾ ഭക്തിയോഗവും അഷ്ടാംഗയോഗവും ഒരുമിച്ച് പരിശീലിക്കണമെന്ന് പറയില്ല. ഇവ രണ്ടിലും ഏതെങ്കിലും ഒന്നിനെയെങ്കിലും നിഷ്കളങ്കമായ മനസ്സോടെ കൃത്യനിഷ്ഠയോടെ ആ ഭക്തിയോഗത്തെയോ അല്ലെങ്കിൽ അഷ്ടാംഗയോഗത്തെയോ പരിശീലിച്ച് കഴിഞ്ഞാൽ ആ പരമപദത്തെ നേടാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഭക്തിയോഗം എന്ന് പറയുന്നത് വിഗ്രഹാരാധനയിൽ തുടങ്ങി പിന്നെ ആ വിഗ്രഹത്തിലിരിക്കുന്ന ഈശ്വരനെ അവനവനിലും സകലരിലും മനുഷ്യരിലും സർവചരാചരങ്ങളിലും കാണാൻ സാധിക്കുന്ന രീതിയിൽ നിർഗുണമായിട്ട് അദ്വൈത ഭാവത്തിലെത്തി, എന്നാൽ പുറമേക്ക് ദ്വൈതമായ രീതിയിൽ പ്രവർത്തിക്കേണ്ടവരോട് വേണ്ട രീതിയിൽ തന്നെ കൊടുക്കേണ്ടവർക്ക് കൊടുത്ത് ആ ദ്വൈതഭാവത്തിൽ അതിനെ പുറമേക്ക് പ്രകടിപ്പിക്കുന്നതാണ് ഭക്തിയോഗം. അഷ്ടാംഗയോഗം എന്ന് പറഞ്ഞാൽ കൃത്യമായ യോഗ പരിശീലനത്തിലൂടെ എത്തുന്നത്. അങ്ങനെ അപ്പോൾ അതിലായാലും ഇതിലായാലും വന്നെത്തുന്നത് ആ ഏകഭാവം മനസ്സിൻ്റെ ഏകത്വത്തിലേക്കാണ് വന്നെത്തുക. എല്ലാത്തിലും ഒന്നായി കാണുന്ന ആ ഇതിലേക്കാണ് മനസ്സ് എത്തുക. അങ്ങനെ പോകുമ്പോഴാണ് ആ ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കുന്നത്.
ഇനി ശ്ലോകം 36. ഏതദ് ഭഗവതഃ രൂപം ബ്രഹ്മണ പരമാത്മന പരം പ്രധാന പുരുഷം ദൈവം കർമ്മ വിചേഷ്ടിതം. ഈ രണ്ട് മാർഗത്തെക്കുറിച്ചും പറഞ്ഞു കൊടുത്തിട്ട് ഇതിൽ രണ്ടിലേതെങ്കിലും ഒരു മാർഗത്തെ കൃത്യമായും നിഷ്കളങ്കമായ മനസ്സോടെയും പരിശീലിച്ച് ഈശ്വരനെ നേടാൻ കഴിയും, ആ പരമപുരുഷനെ പ്രാപിക്കാൻ കഴിയുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയുള്ള ഈശ്വരൻ ആരാണെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഏറ്റവും അവസാനം ഏതദ് ഭഗവതഃ രൂപം ബ്രഹ്മണഃ പരമാത്മനഃ പരം പ്രധാന പുരുഷം ദൈവം കർമ്മ വിചേഷ്ടിതം. പരമാത്മനഃ പരമാത്മാവെന്നും ബ്രഹ്മണഃ പരബ്രഹ്മമെന്നും പരം പ്രധാന പുരുഷം ഏറ്റവും പരമമായ പരമപുരുഷനെന്നും ഭഗവതഃ ഭഗവാൻ എന്നും ഒക്കെ നമ്മൾ വിളിക്കുന്ന ഏതദ് രൂപം, ആ ഈശ്വരൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്. കർമ്മ വിചേഷ്ടിതം, കർമ്മം ചെയ്യാൻ, ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും അതിൻ്റെ കർമ്മം ചെയ്യാനുള്ള ശക്തിയായിരിക്കുന്നത്, ഊർജമായിരിക്കുന്നത് ഏതാണോ അതാണ് ദൈവം എന്ന്. അപ്പം ആരായിരിക്കും? അതായത് പരമാത്മാവ് എന്നും പരബ്രഹ്മം എന്നും ഭഗവാൻ എന്നും പ്രധാന പുരുഷൻ എന്നും ഒക്കെ നമ്മൾ പല പേരിൽ വിളിക്കുന്ന ആ ഈശ്വരൻ്റെ, ഇപ്പോൾ ഇതിലേതെങ്കിലും ഒരു മാർഗം പരിശീലിച്ചാലും ആ പരമപുരുഷനെ നേടാൻ കഴിയും എന്ന് പറഞ്ഞില്ലേ. ആ ഈശ്വരൻ ആരാണ് എന്നാണ് പറയുന്നത്. ആ ഈശ്വരൻ ക്രിയാശക്തി, കർമ്മം ചെയ്യാനുള്ള ശക്തി, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി ആയിരിക്കുന്ന, ശരീരമനോബുദ്ധിക്ക് കർമ്മം ചെയ്യാനുള്ള ശക്തിയായിരിക്കുന്നത് എന്തൊന്നാണോ ആ ഈശ്വരനെയാണ് ദൈവം എന്ന് വിളിക്കുന്നത്. അതാണ് ദൈവം. ആ ഈശ്വരനെയാണ് നമ്മൾ പരബ്രഹ്മമെന്നും ഭഗവാനെന്നും ദൈവമെന്നും ഈശ്വരനെന്നും പല പല പേരിൽ നമ്മൾ വിളിക്കുന്നത്. കർമ്മത്തിനുള്ള ശക്തി നൽകുന്നതാണ്. അതായത് അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ട് ക്രിയാശക്തി, കർമ്മശക്തി, ഈ മൂന്നുമാണ് ചലിക്കുന്നത്. ഈ മൂന്നിനും ചലിക്കാനുള്ള ശക്തി ലഭിക്കുന്നത് ആ പ്രകൃതി എന്ന ശക്തിയിൽ നിന്നും. ഈ ശക്തിയിലൂടെ ഈ മൂന്നും പ്രവർത്തിച്ചാണ് പുരുഷനാകുന്ന ജ്ഞാനത്തെ പ്രാപിക്കുന്നത്. അപ്പോൾ ശക്തിയും, അതായത് പുരുഷൻ എന്ന് പറയുന്നത് ജ്ഞാനവും പ്രകൃതി എന്ന് പറയുന്നത് ശക്തിയുമാണ്, നമുക്കറിയാം. അപ്പോൾ ജ്ഞാനമാണ് ജ്ഞാനത്തെ അറിയാൻ വേണ്ടിയിട്ട് പ്രകൃതിയെ ഉണർത്തിയത്. അങ്ങനെ പ്രകൃതി ചലിച്ച് ജ്ഞാനത്തെ അറിയുകയാണ് വേണ്ടത്. അറിയാലോ അതെന്താണെന്ന്. പുരുഷൻ എന്ന് പറയുന്നത് ജ്ഞാനവും പ്രകൃതി എന്ന് പറയുന്നത് ശക്തിയുമാണ്. ശക്തിയാണ് ചലിപ്പിച്ചുകൊണ്ട് ആ ജീവാത്മാവായിരിക്കുന്ന എന്നെ, ഞാൻ തന്നെയാണ് പരമാത്മാവ് എന്ന തലത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ പുരുഷൻ എന്ന് പറയുന്നത് ജ്ഞാനമാണ്. ആ ജ്ഞാനത്തിലേക്ക് എത്തിക്കുന്ന ആളാണ് ശക്തി. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈശ്വരനെന്നും, ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ആരാണെന്ന് എനിക്കറിയാണ് വേണ്ടത്. ഞാൻ തന്നെയാണ് ആ പുരുഷൻ. പക്ഷെ അത് ഞാൻ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ പെട്ടുകിടക്കുന്നത്. അപ്പോൾ ഞാൻ ആരാണെന്നുള്ള പുരുഷനാണ് എന്ന ആ ജ്ഞാനമാണ് ഞാൻ എന്ന അറിവിലേക്ക് എന്നെ എത്തിക്കുന്നത് ശക്തിയാണ്. അപ്പോൾ കർമ്മം ചെയ്യാൻ, ശരീരമനോബുദ്ധിക്ക് കർമ്മം ചെയ്യാനുള്ള ശക്തിയായിരിക്കുന്ന ആ ശക്തിയെയാണ് ദൈവമെന്നും പരമാത്മാവെന്നും പരബ്രഹ്മമെന്നും ഒക്കെ നമ്മൾ പല പല രൂപങ്ങളിൽ പല പല പേരുകളിൽ വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ആരെ പ്രാപിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞത്? ക്രിയാശക്തി, ഇച്ഛാശക്തി, ജ്ഞാനശക്തിയായിരിക്കുന്ന ആ ദൈവത്തെ പ്രാപിക്കാനായിട്ട് സാധിക്കും. അവിടെ പ്രാപിച്ചു കഴിഞ്ഞാൽ ആ ശക്തിയാണ്, പരമമായ ജ്ഞാനമാണ് നീ, ആ പുരുഷനാണ് നീ എന്ന് അറിയിച്ചു കൊടുക്കുന്നത്, അതിലേക്ക് എത്തിക്കുന്നത്. മനസ്സിലായ? അപ്പം നമ്മൾ ആരാധിക്കുന്ന ദൈവം ശക്തിയാണ്. ശ്ലോകം 37. രൂപഭേദ ആസ്പദം ദിവ്യം കാല ഇതി അഭിധീയതേ ഭൂതാനാം മഹത് ആദീനാം യതഃ ഭിന്നഭൃശാം ഭയം. അപ്പോൾ രൂപഭേദ ആസ്പദം എന്താണ്? രൂപഭേദ ആസ്പദം എന്ന് പറഞ്ഞാൽ പല പല വസ്തുക്കൾക്കും പല പല രൂപങ്ങൾ ഉണ്ടാവാനുള്ള കാരണം. ആ കാരണമായിരിക്കുന്നതും ദിവ്യമായിരിക്കുന്നതും കാലം ഇതി അഭിധീയതേ, കാലം എന്ന് വിളിക്കപ്പെടുന്നതും അറിയപ്പെടുന്നതും, കാലം ഇതി എന്ന് വെച്ചാൽ ഇപ്രകാരം അഭിധീയതേ അറിയപ്പെടുന്നതുമായിട്ടുള്ള ഭൂതാനാം മഹത് ആദീനാം, അതായത് മഹത് ആദീനാം എന്ന് വെച്ചാൽ മഹത്തത്വം മുതലായ സകല ജീവാൻ വെച്ചാൽ ഭൂതാനാം എന്ന് വെച്ചാൽ സകല ജീവസത്തുകളുടെയും സത്തകൾക്കും ഭിന്നദൃശാം ഭയം,
ഭിന്നദൃശ എന്ന് വെച്ചാൽ വ്യത്യസ്ത രൂപങ്ങളും, ഏറ്റവും അവസാനം ഭയം എന്ന് വെച്ചാൽ മരണഭയവും ഉണ്ടാക്കുന്നത് യതഹ, ഏതൊരു ഭഗവാനിൽ നിന്നാണോ ആ ഭഗവാനെ തന്നെയാണ് കാലം എന്ന് വിളിക്കുന്നത്. അപ്പം ഇപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി ആയിരിക്കുന്ന, കർമ്മശക്തി ആയിരിക്കുന്നതാണ് ദൈവമെന്ന്. ആ ദൈവത്തെ തന്നെയാണ്, ആ ദൈവം തന്നെയാണ് നമുക്കറിയാം, ആ പ്രകൃതി ശക്തിയാണ് ഈ രൂപഭേദങ്ങളെ ഉണ്ടാക്കുന്നത് അല്ലേ. രൂപഭേദങ്ങളെ ഉണ്ടാക്കുന്നത് ആരാ? മായ. സത്വരജതമോ ഗുണങ്ങളുടെ വ്യതിചലനത്താൽ മായ. അപ്പം അതും പ്രകൃതി ശക്തി തന്നെയാണ്. അപ്പോൾ ആ രൂപഭേദങ്ങളെ, എല്ലാ വസ്തുക്കൾക്കുമുള്ള രൂപവ്യത്യാസം ഉണ്ടാക്കുന്നതും ദിവ്യമായിരിക്കുന്നതും കാലശക്തി എന്ന പേരിൽ അറിയപ്പെടുന്നതും ആയിട്ടുള്ള ഭഗവാൻ, ആ ശക്തി തന്നെയാണ്. അതിൽ നിന്നാണ് മഹത്തത്വം മുതലായ സകല ജീവസത്തകളും ഉണ്ടായത്. അതാണ് ഭൂതാനാം മഹത്താധീനം അല്ലേ. മായയിലെ സത്വഗുണം കൂടിയപ്പോൾ മഹത്തത്വം, തമോ ഗുണം കൂടിയപ്പോൾ അഹങ്കാരതത്വം, അതിൽ നിന്നാണ് പിന്നെ പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയമെല്ലാം ഉണ്ടായത് അല്ലേ. അപ്പോൾ ആ എന്താ പറയുക, ആ രൂപഭേദങ്ങളെ ഉണ്ടാക്കിയതും ദിവ്യമായതും കാലശക്തി എന്ന പേരിൽ അറിയപ്പെടുന്നതും മഹത്തത്വം മുതലായ സർവ്വചരാചരങ്ങളെയും സകല ജീവസത്തകളെയും സൃഷ്ടിച്ചതും ഭിന്നദൃശാം, വ്യത്യസ്ത രൂപത്തിൽ നമുക്കിതൊക്കെ കാണിച്ചു തന്ന അതുപോലെ തന്നെ ഏറ്റവും അവസാനം മരണം സംഭവിക്കുക, ഏതൊരു മനുഷ്യൻ്റെയും ആത്യന്തികമായ ഭയം, ആ മരണഭയം, ഇതിനെയൊക്കെ സൃഷ്ടിച്ചത് യതഹ, ഏതിൽ നിന്നാണോ അതിനെയാണ്, ആ ശക്തിയെയാണ് കാലശക്തി എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരാധിക്കുന്ന ആ ദൈവം എന്ന് പറയുന്നത് ആ കാലശക്തിയാണ്, എന്ന് വെച്ചാൽ ആ പ്രകൃതി ശക്തിയെയാണ്. ആ പ്രകൃതി ശക്തിയെ തന്നെയാണ് കാലശക്തി എന്ന് വിളിക്കുന്നത്. കാരണം ആ പ്രകൃതി ശക്തിയിൽ നിന്നാണ് സത്വരജ തമോ ഗുണങ്ങളുടെ വ്യതിചലനത്താൽ രൂപഭേദങ്ങൾ വസ്തുക്കൾക്ക് സംഭവിച്ചത്. അതുമാത്രമല്ല, മഹത്തത്വം മുതലായ സകലതും ഉണ്ടായത്, വ്യത്യസ്ത രൂപങ്ങൾ കാണിച്ചു തന്നത്, മരണഭയത്തെ ഉണ്ടാക്കിയത്. കാരണം കാലം നീങ്ങും തോറും മാറ്റങ്ങൾ വരും അല്ലേ. ചെറുപ്പത്തിൽ ഒരു കുട്ടി ഉണ്ടാകുന്നു, ശൈശവം, അത് പിന്നെ വളർന്ന് കാലം കഴിയും തോറും മാറ്റം വന്ന് മരണത്തെ ഭയക്കുന്നത് ആ കാലശക്തി. ഈ കാലശക്തി ഉള്ളത് കൊണ്ട് തന്നെയാണ് മരണഭയവും നമുക്കുണ്ടാകുന്നത്. കാരണം കാലശക്തി, ഈ ശക്തി എന്ന് പറയുന്നത് മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിനിങ്ങനെ മാറ്റം വന്ന് വ്യതിയാനം വന്ന് വാർദ്ധക്യത്തിലേക്ക് വന്ന് മരണം സംഭവിക്കുന്നു. അപ്പോൾ കാലശക്തിയെയാണ്, മരണഭയത്തെ സൃഷ്ടിക്കുന്നതും ഈ ശക്തി തന്നെ, പ്രകൃതി ശക്തിയെ തന്നെയാണ്, അതിനെയാണ് കാലശക്തി എന്ന് വിളിക്കുന്നത്. ശ്ലോകം 38. യഹ അന്തപ്രവിശ്യ ഭൂതാനി ഭൂതൈ അത്യഖിലാശ്രയഃ സഹ വിഷ്ണു ആഖ്യായ അതിയജ്ഞ അസൗ കാലഃ കലയതാം പ്രഭുഃ. സഹ അന്തഃ, ആ ഭഗവാൻ, ഇപ്പം പറഞ്ഞ ആ കാലശക്തിയായിരിക്കുന്ന ഭഗവാൻ, അന്തഃ പ്രവിശ്യ, എല്ലാ ചരാചരങ്ങളുടെയും ഉള്ളിലേക്ക്, ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട്, ഭൂതാനി, ഈ ജീവജാലങ്ങളെ, ഭൂതൈ എന്ന് വെച്ചാൽ ജീവജാലങ്ങളെ കൊണ്ട് തന്നെ ജീവജാലങ്ങളെ, അത്തി എന്ന് വെച്ചാൽ സംഹരിക്കുന്നു എന്ന്. ആ ഭഗവാൻ, ആ കാലശക്തി സർവ്വചരാചരങ്ങളുടെയും ഉള്ളിലേക്ക് ആ പ്രകൃതി ശക്തി ചലിക്കാൻ കഴിയുന്ന രീതിയിൽ അങ്ങോട്ട് ചലനശക്തിയായിട്ട് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തിയായി പ്രവേശിച്ചിട്ട് ജീവജാലങ്ങളെ കൊണ്ട് തന്നെ, അതാണ് ഭൂതാനി, ഭൂതൈ എന്ന് വെച്ചാൽ ജീവജാലങ്ങളെ അത്തി സംഹരിക്കുന്നു. അഖിലാശ്രയ, എല്ലാത്തിൻ്റെയും ആശ്രയസ്ഥാനമായിട്ടുള്ള ആ കാലശക്തി തന്നെയാണ് എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് ജീവജാലങ്ങളെ കൊണ്ട് തന്നെ ജീവജാലങ്ങളെ നശിപ്പിക്കുന്നത്, ഇല്ലാതാക്കുന്നത്. എന്ന് വെച്ചാൽ എന്താർത്ഥം? ഒരു മരണം, സംഹാരം എന്ന ഒരു നാശം അല്ലെങ്കിൽ ഒരു മരണം സംഭവിക്കുന്നത് ഇവിടെ നിന്ന് തന്നെയാണ് അല്ലേ. ഒന്നുകിൽ ഭക്ഷണം കഴിക്കുന്നതിലൂടെ എന്തെങ്കിലും രോഗങ്ങൾ പിടിപെട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകൃതി ദുരന്തത്തിൽ നിന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ പറ്റി, എന്ത് തന്നെയാണെങ്കിലും ഈ പ്രപഞ്ചത്തിലേക്ക് ജനിച്ചു വീണ ഒരു ജീവിയുടെ മരണം സംഭവിക്കുന്നത് ഇവിടെയുള്ള പ്രകൃതിയിൽ നിന്ന് കാണുന്ന മറ്റേതെങ്കിലും ജീവജാലങ്ങളിൽ നിന്ന് തന്നെയായിരിക്കും അല്ലേ. ജനിക്കുന്നതും ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ജീവജാലത്തിൽ നിന്നാണ്, ജീവിയിൽ നിന്നാണ്. മരണത്തിന് കാരണമാകുന്നത്, മരിക്കുന്നതും ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ജീവിയിൽ നിന്നാണ് അല്ലേ. ജനനവും മരണവും ഇവിടെ നിന്ന് തന്നെയാണ് സംഭവിക്കുന്നത്. ഏതെങ്കിലും ഒരു ജീവിയിൽ നിന്നും ജനനം സംഭവിക്കുന്നു, ഏതെങ്കിലും ഒരു ജീവിയിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ അപകടത്തിലൂടെയോ ഏതെങ്കിലും രീതിയിൽ ഇവിടെ നിന്ന് തന്നെ ഒരു ജീവിക്ക് മരണം സംഭവിക്കുന്നത് മറ്റു ജീവിയിൽ നിന്നും. അപ്പോൾ എല്ലാ ജീവജാലങ്ങളും ജനിക്കുന്നതും മറ്റു ജീവജാലങ്ങളിൽ നിന്ന്, ഇതേപോലെ തന്നെ ഓരോ ജീവജാലങ്ങളും ആ ജീവജാലങ്ങളെ കൊണ്ട് തന്നെ മരണവും സംഭവിക്കുന്നു, നാശം സംഭവിക്കുന്നു. അങ്ങനെയുള്ള കാലശക്തിയാകുന്ന
ശക്തി കലയതാം പ്രഭു, എല്ലാ ഗുരുക്കന്മാരുടെയും, കലയതാന്ന് വെച്ചാൽ എല്ലാ മഹാന്മാരുടെയും പ്രഭുവായിരിക്കുന്ന ആ കാലശക്തി സഹ, അത് വിഷ്ണു ആഖ്യായ, വിഷ്ണു എന്ന പേരിൽ അറിയപ്പെടുന്ന അതിയജ്ഞ, യജ്ഞസ്വരൂപനാണ്. അപ്പോൾ ആ കാലശക്തി എന്ന് പറയുന്നത് ഇവിടെ ഭാഗവതമായതുകൊണ്ട് വിഷ്ണു എന്ന് ആ കാലശക്തി വിളിക്കുന്നു. വിഷ്ണു എന്ന പേരിൽ അറിയപ്പെടുന്ന അത് യജ്ഞസ്വരൂപന, എല്ലാവരുടെയും കർമ്മത്തെ സ്വീകരിക്കുന്ന യജ്ഞസ്വരൂപനാണ് എന്നിവിടെ പറയുന്നു. അപ്പോൾ ഈ ഇവിടെ പറഞ്ഞ നമ്മളെല്ലാവരും പല പേരിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഈശ്വരൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് പ്രകൃതി ചലിപ്പിക്കുന്ന, കർമ്മം ചെയ്യാനുള്ള ശക്തി നൽകുന്നതാണ് ആ ദൈവം. ആ ദൈവത്തെ തന്നെയാണ് കാലശക്തി എന്ന് വിളിക്കുന്നതും. കാരണം അതാണ് മരണത്തെ ഉണ്ടാക്കുന്ന, രൂപഭേദങ്ങളെ ഉണ്ടാക്കുന്നത്, മഹത്വത്വം മുതലായവയൊക്കെ ഉണ്ടായത് അതിൽ നിന്നാണ്. അതിനെയാണ് കാലശക്തി എന്ന് വിളിക്കുന്നത്. ഈ കാലശക്തി പ്രകൃതി ശക്തി എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലേക്ക് പ്രവേശിച്ച് ജീവജാലങ്ങളെ കൊണ്ട് തന്നെ ജീവജാലങ്ങളെ സംഹരിക്കുന്നു, ഇല്ലാതാക്കുന്നു. അങ്ങനെ എല്ലാത്തിൻ്റെയും പരമപ്രഭുവായിരിക്കുന്ന ഈ കാലശക്തിയെ വിഷ്ണു എന്ന പേരിൽ കാലശക്തിയാണ് വിഷ്ണു എന്ന പേരിൽ അറിയപ്പെടുന്ന യജ്ഞസ്വരൂപൻ എന്ന് പറഞ്ഞു. ശ്ലോകം 39. ന ച അസ്യ കശ്ചിത് ദയിതഃ ന ദ്വേഷ്യ ന ച ബാന്ധവഃ അവിശതി അപ്രമത്തഃ അസൗ പ്രമത്തം ജനം അന്ധകൃത്. അപ്പോൾ ഇല്ല, അസ്യ ഈ ഭഗവാന് കശ്ചിത് ഏതൊരുവനോടും ദയിതഃ പ്രത്യേകം ഇഷ്ടമില്ല എന്ന്. അതായത് ഈ കാലശക്തിക്ക് ഒരാളോട് പോലും പ്രത്യേകമായിട്ടുള്ള ഒരു പ്രിയം ഇല്ല. അതാണ് എന്ന് വെച്ചാൽ ഇല്ല. അസ്യ ഈ പ്രകൃതി ശക്തിക്ക്, ഈ കാലശക്തിക്ക് ആരോടും പ്രത്യേക സ്നേഹം, അടുപ്പം, പ്രിയം ഇല്ല. ന ദ്വേഷ്യ, ആരോടും പ്രത്യേകിച്ച് ദേഷ്യമോ വൈരാഗ്യമോ ഇല്ല. ന ച ബാന്ധവ, ആരോടും പ്രത്യേകിച്ച് ബന്ധുത്വവും, അവൻ എൻ്റെ ബന്ധുവാണ്, മിത്രമാണ്, അങ്ങനെയും ഇല്ല ഈ കാലശക്തിക്ക്. പിന്നെ ഈ ശക്തിയിൽ നിന്നും പല പല ദുരനുഭവങ്ങളും നല്ല അനുഭവങ്ങളും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അപ്രമത്തഃ, ആരാണോ ഈ പ്രകൃതി ശക്തിയെ അറിഞ്ഞവർ അവരെ ഈ ശക്തി പ്രചോദിപ്പിക്കുന്നു, വളർത്തിക്കൊണ്ടുവരുന്നു. ഇനി അസൗ എന്നുവെച്ചാൽ ഈ കാലശക്തിയെ. ഇനി പ്രമത്തം, ആര് ഈ ശക്തിയെ അറിയാതെ ഞാൻ എന്ന അഹങ്കാരത്തിൽ ജീവിക്കുന്നു ജനം, ആ ജനങ്ങളെ അന്ധകൃത്ത്, എല്ലാവരുടെയും ഉള്ളിൽ വസിക്കുന്ന ഈ ശക്തി ആവിശതി എന്ന് വെച്ചാൽ അങ്ങോട്ട് വിഴുങ്ങിക്കളയുന്നു എന്ന്, പിടികൂടുന്നു. കാലശക്തി വിഴുങ്ങിക്കളയുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നശിച്ചു പോകുന്നു, അതായത് മരിച്ചു പോകുന്നു. അധിക സമയം കൊടുക്കില്ല എന്ന്, കർമ്മം ചെയ്യാനുള്ള ശക്തി കൊടുക്കാതെ അവരങ്ങോട്ട് നശിച്ചു പോകുന്നു എന്നർത്ഥം. അപ്പോൾ ഏതൊരുവനോടും കാലശക്തിക്ക് പ്രത്യേകമായി, ഇപ്പം കാലശക്തിക്ക് ആരോടും പ്രത്യേകിച്ച് പ്രിയവും ഇല്ല, ദേഷ്യവും ഇല്ല, ബന്ധുവും ഇല്ല, ശത്രുവും ഇല്ല, മിത്രവും ഇല്ല. പിന്നെ പല പല അനുഭവങ്ങൾ ഈ ശക്തിയിൽ നിന്നും അനുഗ്രഹവും ദുരിതവും അനുഭവിക്കുന്നതിൻ്റെ കാരണം ആര് ഈ ശക്തിയെ തിരിച്ചറിയുന്നു അവരെ ഉയർത്തിക്കൊണ്ടുവരും. ആര് ഈ ശക്തിയെ അറിയാതെ ഞാൻ എന്ന അഹങ്കാരത്തിൽ കർമ്മം ചെയ്ത് ഞാൻ എന്ന് വിചാരിച്ച് ജീവിക്കുന്നു അവരെ ഈ ശക്തി പിടികൂടുന്നു. കാലം പിടികൂടുക എന്ന് പറഞ്ഞാൽ അവരുടെ സമയം കഴിഞ്ഞു എന്നർത്ഥം. അങ്ങനെയാണ്, അല്ലാതെ ശക്തിക്ക് പ്രത്യേക പ്രിയം ഇല്ല, ആരോടും ദേഷ്യവുമില്ല. ഇനി എന്നിട്ടത് പറയുകയാണ് എന്തുകൊണ്ടാണ്, ആരൊക്കെയാണ് ആ ശക്തിയെ അറിഞ്ഞ് കർമ്മം ചെയ്യുന്നതിന് ഒന്ന് ഉദാഹരണം പറയാനായിട്ട്. ആ ശ്ലോകം 40. യത് ഭയാത് വാദഃ അയം സൂര്യ തപതി യത് ഭയാത് വർഷദേ ദേവഃ ഭ ഗണഃ ഭാതി യത് ഭയാത്. ഇനി 41. യത് വനഃ പദയഃ ഭീത ലതാ ച ഔഷധിഭിः സഹ സ്വേ കാലേ അഭിഗൃഹണന്തി പുഷ്പാണി ച ഫലാനി ച. ഇതിൻ്റെ രണ്ടിൻ്റെ അർത്ഥം ഒരുമിച്ച് പറയാം. യത് ഭയാത്, ഏതൊരു ഭഗവാനെ ഭയന്നിട്ടാണ് വാദി വീശുന്നത്, വാദഃ കാറ്റ് വരേണ്ട സമയത്ത് കൃത്യമായിട്ട് വീശുന്നത് ഏതൊരു ഭഗവാനെ ഭയന്നിട്ടാണ്. ഇപ്പം നമ്മൾ പറയില്ലേ, കാറ്റുകാലം, മഴക്കാലം, ചൂടുകാലം, മഞ്ഞുകാലം, തണുപ്പ് കാലം. നമുക്ക് എങ്ങനെയത് ഇത് മനസ്സിലായേ? നമ്മുടെ പൂർവികർ പറഞ്ഞു തന്നു. അവർക്ക് എങ്ങനെയാണ് മനസ്സിലായേ? അവർ പറയും അവരുടെ പൂർവികർ പറഞ്ഞു തന്നു. ഇന്ന മാസങ്ങളിൽ മഴ പെയ്യും, ഇന്ന സമയങ്ങളിലൊക്കെ ചൂടായിരിക്കും, ഇന്ന സമയങ്ങളിൽ മഞ്ഞായിരിക്കും, ഇന്ന സമയങ്ങളിൽ കാറ്റ് വീശും. ഇപ്പോൾ വൃശ്ചിക കാറ്റ് വീശുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ഇതൊക്കെ ഈ അറിവൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അച്ഛനും അമ്മയും പറഞ്ഞു തന്നു. അവർ ചോദിക്കുമ്പോൾ അവർ അച്ഛനും അമ്മയും പറഞ്ഞു തന്നു. ഇതെങ്ങനെയാണ് അവരറിഞ്ഞേ?
ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ നമ്മൾ ഈ അറിവ് നേടിയ ഏറ്റവും ആദ്യത്തെ ജനങ്ങൾ, തലമുറയിലെ ആളുകൾ അവർ ജീവിച്ചപ്പോൾ ഓരോ വർഷവും കഴിഞ്ഞു പോകുമ്പോൾ ഈ വർഷക്കണക്ക് അവർ കണക്കാക്കിയപ്പോൾ അതിൽ ഇന്ന മാസങ്ങളിൽ കൃത്യമായിട്ട് കാറ്റ് വീശേണ്ടടുത്ത് കാറ്റ് വീശുന്നു, മഴ പെയ്യേണ്ടടുത്ത് മഴ പെയ്യുന്നു, തണുപ്പ് വരേണ്ടടുത്ത് തണുപ്പ് വരുന്നു, ചൂട് വരേണ്ടടുത്ത് ചൂട് വരുന്നു. അതിലൊരു മാറ്റവും ഇല്ല. പിന്നത്തെ വർഷവും അത് അങ്ങനെ തന്നെ റിപ്പീറ്റ് വരികയാണ്. അപ്പോഴാണ് അവർ മനസ്സിലാക്കിയത്, എഴുതി വെച്ചു ഇന്ന സമയങ്ങൾ കാറ്റ്, ഇന്ന സമയങ്ങൾ, ഓരോന്നിനും ഓരോ സമയമുണ്ടെന്ന് പറഞ്ഞ് അവർ മനസ്സിലാക്കി. അത് പിന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് നമ്മളിതറിഞ്ഞത് അല്ലേ. നമ്മളും ഇത്ര കാലം ജനിച്ച് ജീവിച്ചപ്പോൾ നമുക്കും മനസ്സിലായി ഇന്ന സമയങ്ങൾ കാലാവസ്ഥയിൽ ഇന്നതൊക്കെയാണ് ഉണ്ടാവുക എന്ന് മനസ്സിലായി. അപ്പോൾ സമയം തെറ്റാതെ കാലം തെറ്റാതെ അവരെങ്ങനെയാണ് വരുന്നത്? അതാണ് പറയുന്നത് യദ് ഭയാത്. ഈ പ്രകൃതി എന്ന ശക്തിയെ ഭയന്നിട്ട്, കാരണം ഈ ശക്തിയെ അറിയാതെ അഹങ്കരിച്ചു കഴിഞ്ഞാൽ ആ ശക്തി വിഴുങ്ങിക്കളയും, ഇല്ലാതായി പോവും. ഈ ശക്തിയെ അറിഞ്ഞവർ അതിന് കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ, ശക്തിക്ക് കീഴ്പ്പെട്ട് സമർപ്പിച്ചാൽ ആ ശക്തിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. അങ്ങനെ കർമ്മം ചെയ്യുന്നവരാണ് പഞ്ചഭൂതങ്ങളും സർവ്വതും. അതാണ് ഇവിടെ പറയുന്നത്. ഏതൊരു ശക്തിയെ ഭയന്നിട്ടാണ് കാറ്റ് കൃത്യമായി വീശേണ്ട സമയത്ത് വീശുന്നത്. സൂര്യ തപതി യദ് ഭയാത്. ഏതൊരു ശക്തിയെ ഭയന്നിട്ടാണ് സൂര്യൻ കൃത്യമായി കത്തി ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഒരു ദിവസം ഞാനൊന്ന് വിശ്രമിക്കട്ടെ എന്ന് സൂര്യൻ ചിന്തിക്കുന്നില്ല, സദാ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. യദ് ഭയാത് വർഷതേ. ഏതൊരു ശക്തിയെ ഭയന്നിട്ടാണ് മഴ പെയ്യുന്നത്. ഇന്ദ്രദേവനല്ലേ മഴയുടെ. അപ്പോൾ ഇന്ദ്രദേവൻ കൃത്യമായിട്ട് മഴയെ കൊടുക്കുന്നത് ഏതൊരു ശക്തിയെ ഭയന്നിട്ടാണ്. ഇനി ദേവഹ, ആ ദേവൻ. ഇനി ഭഗണഹ, നക്ഷത്രങ്ങൾ. ഭാതി യദ് ഭയാത്. ഏതൊരു ശക്തിയെ ഭയന്നിട്ടാണ് നക്ഷത്രങ്ങൾ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്. കൃത്യമായി എല്ലാം സംഭവിക്കുന്നത് ഏതൊരു ശക്തിയെ ഭയന്നിട്ടാണ്. യദ് വനഹ പദയഹ ഭീത. യദ് ഭീത. ഏതൊരു ശക്തിയെ ഭയന്നിട്ടാണ് വനഹ പദയഹ. വനഹ പദയഹ എന്ന് വെച്ചാൽ വനവൃക്ഷങ്ങൾ, വനത്തിലെ വൃക്ഷങ്ങൾ. ലത, വള്ളിച്ചെടികൾ. ഔഷധിബിഹി, ഔഷധ സസ്യങ്ങൾ. സഹ, അവയെല്ലാം. സ്വേ സ്വേ കാലേ, അതാതിൻ്റെ കാലത്ത്. പുഷ്പാണി, പുഷ്പിക്കുന്നതും. ഫലാനിച്ച, ഫലം പുറപ്പെടുവിക്കുന്നതും. അഭിഗൃഹണന്തി, ചെയ്യുന്നത്. അപ്പോൾ വൃക്ഷങ്ങളായാലും സസ്യങ്ങളായാലും വള്ളിച്ചെടികളായാലും ഒക്കെ ഏതൊരു കാലശക്തിയെ ഭയന്നിട്ടാണ് കൃത്യമായി പുഷ്പിക്കുക, കായ്ക്കുക, ഫലങ്ങൾ നൽകുക. ഇതൊക്കെ ചെയ്ത് നമ്മൾ പറയില്ലേ ചക്കയും മാങ്ങയൊക്കെ ഉണ്ടാവാൻ ഒരു സീസൺ ഉണ്ട്. ഇതൊക്കെ നമുക്ക് മനസ്സിലായത് അവർ കാലം തെറ്റാതെ വരുന്നത് കൊണ്ടല്ലേ. അതിന് കാരണം അവർ ആ ശക്തിയെ അറിയുന്നു, ആ ശക്തിയിൽ സമർപ്പിക്കുന്നു, ആ ശക്തിയെ ഭയക്കുന്നു. അപ്പോൾ ആ ശക്തിയെ എതിർത്ത് അറിഞ്ഞില്ലെങ്കിൽ അത് ആ ശക്തി അങ്ങ് വിഴുങ്ങിക്കളയെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ ഒരു വൃക്ഷം അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ആ ശക്തിയെ ഭയന്ന് കൃത്യമായി പുഷ്പിക്കുകയും കായ്ക്കുകയും ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അത് ഏത് ശക്തിയെ? ആ പ്രകൃതി ശക്തിയെ ഭയന്നിട്ട്. ഇനി ശ്ലോകം 42. സ്രവന്തി സരിതഃ ഭീത ന ഉത്സർപ്പതി ഉദതിഹി യദഃ. ന ഉത്സർപ്പതി ഉദതിഹി യദഃ. അഗ്നി ഇന്ദേ സ ഗിരിഭിഃ ഭൂഹു ന മഞ്ചതി യദ് ഭയാത്. ശ്രവന്തി സരിതഃ ഭീത ന ഉത്സർപ്പതി ഉദതിഹി യദഃ. അഗ്നി ഇന്ദേ സ ഗിരിഭിഃ ഭൂഹു ന. ഭൂർണ എന്ന് പറഞ്ഞാൽ ഭൂഹു ന മഞ്ചതി യദ് ഭയാത്. അപ്പോൾ ഭീത, ഏതൊരു ശക്തിയെ ഭയന്നിട്ടാണ് സ്രവന്തി സരിതഃ. നദികളൊക്കെ ആ സമുദ്രത്തിലേക്ക് ഒഴുകുന്നത്. ഏതെങ്കിലും ഒരു നദി വഴി തെറ്റിയിട്ട് വേറെ വഴിക്ക് പോകണ്ട ഇല്ല. എവിടെയൊക്കെ തട്ടിയും മുട്ടിയും വളഞ്ഞൊഴുകിയാലും ചെരിഞ്ഞൊഴുകിയാലും എല്ലാ നദികളും എത്തിച്ചേരുന്നത് സമുദ്രത്തിലേക്കാണ്. ആ കണക്ക് തെറ്റാതെ കൃത്യമായി ലക്ഷ്യത്തിലേക്ക് നദികൾ എത്തുന്നത് ഏത് ശക്തിയെ ഭയന്നിട്ടാണ്? ന ഉത്സർപ്പതി ഉദതി യദഃ. ഏതൊരു ശക്തിയെ ഭയന്നിട്ടാണ് ഉദതി. ഈ കണ്ട നദികളൊക്കെ വന്നു ചേർന്നിട്ടും സമുദ്രം ന ഉത്സർപ്പതി, നിറഞ്ഞു കവിഞ്ഞ് ഭൂമിയിലേക്ക് കയറി വരാത്തത് എന്ന്. കാരണം അങ്ങനെ വന്നാൽ പിന്നെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? നമുക്ക് തന്നെ അറിയാം, ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ ഭൂമിയുടെ 74% ജലമാണ്. ബാക്കി 25% ഇതിൽ മണ്ണുള്ളൂ, ഭൂമിയുള്ളൂ. ബാക്കി 74% ഈ ഭൂമിയിൽ ജലം തന്നെയാണെന്ന് ശാസ്ത്രം നമുക്ക് സയൻസ് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് സയൻസ് കണ്ടുപിടിച്ചു അത്. പക്ഷേ എന്നിട്ടും എങ്ങനെയാണ് ഈ ഭൂമിയിൽ ഇത്രയധികം ആൾക്കാർക്ക് ബിൽഡിങ്ങും നഗരങ്ങളും ഒക്കെ ഉണ്ടാക്കി ജീവിക്കാൻ പറ്റണത്? എന്തുകൊണ്ടാണ്? ഈ സമുദ്രങ്ങളൊന്ന് കരകവിഞ്ഞ് ഒഴുകി കഴിഞ്ഞാൽ ഇത് വല്ലതും ഉണ്ടാവുമോ? ഇത്രയ്ക്കും പകുതിക്ക് ഇരട്ടിയും സമുദ്രമാണെന്ന്. എന്നിട്ടും ഒരു സമുദ്രവും കരകവിഞ്ഞ്
ഒഴുകുന്നില്ല. അത് ഏത് ശക്തിയെ ഭയന്നിട്ട്? കാരണം ഭൂമി ഉണ്ടാവണം, ഭൂമി ജനവാസയോഗ്യമാണ്. ഓരോ ആത്മാവ് ശരീരം എടുത്ത് വന്നിരിക്കുന്നത് കർമ്മഫലങ്ങൾ തീർക്കാൻ ശരീരം എടുത്ത് വന്നതാണ് ഭൂമിയിൽ. അവർക്ക് ജീവിക്കാൻ ഭൂമി മണ്ണുണ്ടാവണം, ഭൂമിയായിട്ട് ഇരിക്കണം, മുഴുവൻ ജലമാവരുത്. അപ്പോൾ സമുദ്രത്തിനെ കരകവിയാതെ നിർത്തിയിരിക്കുന്നത് പ്രകൃതി എന്ന ശക്തിയാണ്. അതാണ് ഏതൊരു ശക്തിയെ ഭയന്നിട്ടാണ് ഈ കണ്ട നദികളൊക്കെ ഒഴുകിയെത്തിയിട്ടും സമുദ്രം നിറഞ്ഞു കവിയാത്തത്. ഏതൊരു ശക്തിയെ ഭയന്നിട്ടാണ് ഈ എല്ലാ നദികളും സമുദ്രത്തിലേക്ക് ലയിക്കുന്നത്. അഗ്നി ഏതൊരു ശക്തിയെ ഭയന്നിട്ടാണ് അഗ്നി ജ്വലിക്കുന്നത്. സഹഗിരിഭിഹി ഭൂ, എല്ലാ പർവ്വതങ്ങളും കൂടി മലകളോടും ഒക്കെ കൂടി നിൽക്കുന്ന ഈ ഭൂമി ന മഞ്ചതി, മുങ്ങിപ്പോവാത്തത്, ഈ ജലത്തിലും താഴേക്ക് വീണു പോവാതെ ഭൂമി അതിൻ്റെ സ്ഥാനത്ത് ഉറച്ചു നിൽക്കുന്നത് ഏതൊരു ശക്തിയെ ഭയന്നിട്ടാണെന്ന്. അപ്പോൾ സർവ്വപർവ്വതങ്ങളെയൊക്കെ ഉൾക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമി താഴേക്ക് മുങ്ങിപ്പോകാതെ അതിൻ്റെ സ്ഥാനത്ത് തന്നെ ഉറച്ചു നിൽക്കുന്നത് ഏതൊരു ശക്തിയെ ഭയന്നിട്ടാണ്. ഇനി 43 നഭഃ ദദാതി ശ്വസതാം പദം യത് നിയമാദ് അധഃ ലോകം സ്വദേഹം തനുദേ മഹാൻ സപ്തഭിഃ ആവൃതം. നഭഃ ആകാശം, ദദാതി നൽകുന്നു, ശ്വസതാം പദം ശ്വസിക്കുന്ന എല്ലാവർക്കും ഭവനം. ആകാശത്തിന് കീഴിലാണല്ലോ എല്ലാ പ്രപഞ്ചവും നിലനിൽക്കുന്നത്. അപ്പോൾ ആകാശം എല്ലാവർക്കും, ശ്വസിക്കുന്ന എല്ലാവർക്കും ജീവിക്കാനായിട്ട് താമസിക്കാനുള്ള ഇടം, ഭവനം നൽകിയിരിക്കുന്നു ആകാശം എല്ലാവർക്കും. യത് നിയമാത്, ഏതൊരു ഭഗവാന്റെ നിയന്ത്രണത്തിന് കീഴിലാണോ ആ ഭഗവാന്റെ നിയന്ത്രണത്തിൽ കീഴിലായതുകൊണ്ട് ആകാശം ശ്വസിക്കുന്ന എല്ലാവർക്കും വസിക്കാനുള്ള ഇടം നൽകി. ഇനി ലോകം സ്വദേഹം, ഈ മുഴുവൻ ലോകവും അതിൻ്റെ ശരീരങ്ങൾ, തനുദേ മഹാൻ, മഹത്തത്വം മുതലായ സകല ലോകങ്ങളുടെയും സകല വസ്തുക്കളുടെയും ശരീരങ്ങളെല്ലാം സപ്തഭി ആവൃതം എന്ന് വെച്ചാൽ 7 ആവരണങ്ങളോട്, മഹത്തത്വം അഹങ്കാരം തുടങ്ങിയ ആവരണങ്ങളോട് കൂടിയ ഈ മുഴുവൻ പ്രപഞ്ചങ്ങളും 14 ലോകങ്ങളും ഇവയുടെയൊക്കെ ശരീരം ആരുടെ നിയന്ത്രണത്തിന് കീഴിലാണോ ഇരിക്കുന്നത്? ആ പ്രകൃതി എന്ന ശക്തിയുടെ. അതെ, മായ ചലിച്ചപ്പോഴാണല്ലോ ഇതൊക്കെ ഉണ്ടായത്. പ്രകൃതി ചലിച്ചപ്പോഴല്ലേ മായയെ ഉണർന്ന് മായയിൽ നിന്ന് മഹത്തത്വം അഹങ്കാരം എല്ലാം 14 ലോകങ്ങൾ നമുക്കറിയാലോ. മഹത്തത്വം അഹങ്കാരം അതിൻ്റെ 3ആയി പിരിഞ്ഞത്, അതെല്ലാം കൂടി ചേർന്ന് തത്വരൂപത്തിൽ ഇവയുടെ ഉള്ളിലേക്ക് പ്രകൃതി ശക്തി വന്നപ്പോൾ ഒരുമിച്ച് ചേർന്നു, അണ്ടമായി കാരണജലത്തിൽ മുങ്ങിക്കിടന്നു. വിരാട് സ്വരൂപൻ അണ്ടം പൊട്ടി വിരാട് സ്വരൂപനായി ഭഗവാന്റെ നാഭിയിൽ നിന്ന് ബ്രഹ്മദേവൻ വന്നു സൃഷ്ടികർമ്മ നടത്തി, അല്ലേ? അങ്ങനെ ബ്രഹ്മാവിൻ്റെ സൃഷ്ടി, അത് പിന്നെ സ്വയംഭൂവമനും ശതരൂപ യിലൂടെ ബ്രഹ്മാവിൻ്റെ ശരീരം 2ആയി പിളർന്ന് അവരും ഉണ്ടായി, പിന്നെ അവരുടെ മക്കള്. അങ്ങനെയാണ് ദേവഹൂതിയുടെ കഥയിലേക്ക് നമ്മൾ എത്തിയത്. അപ്പം ഇതൊക്കെ എവിടെ നിന്നാണ്? മഹത്തത്വം മുതലായ ഈ 7 ആവരണങ്ങളോട് കൂടിയ മുഴുവൻ പ്രപഞ്ചവും ശരീരരൂപത്തിലുണ്ടായത് ഏതൊരു പ്രകൃതി ശക്തിയുടെ ഭഗവാന്റെ നിയന്ത്രണത്തിന് കീഴിലാണോ, ഏതൊരു ഭഗവാന്റെ നിയന്ത്രണത്തിന് കീഴിലാണോ ഈ ആകാശം എല്ലാ ലോകങ്ങൾക്കും വസിക്കാനുള്ള ഭവനം, സ്ഥാനം നൽകിയത് ആ ഭഗവാൻ, അതാണ് പ്രകൃതി എന്ന ശക്തി. എന്നിട്ട് പറയാണ് ശ്ലോകം 44 ഗുണ അഭിമാനിനഃ ദേവ സർഗ ആദിഷു അസ്യ യത് ഭയാത് വർത്തന്തേ അനുയുഗം യേഷാം വശ ഏതച്ചര അചരം. ഇനി പറയാണ് ഗുണ അഭിമാനിനഃ, ഗുണം പ്രകൃതിയുടെ ത്രിഗുണങ്ങളോട് ചേർന്ന് ആ ഗുണത്തിനോട് ചേർന്ന ഗുണാത്മകമായിട്ടുള്ള സ്വരൂപങ്ങളെ സ്വീകരിച്ച ദേവന്മാരെല്ലാം സർഗ ആദിഷു സൃഷ്ടി മുതലായ കർമ്മങ്ങളെ അസ്യ ഈ ലോകത്തിൻ്റെ യദുഭയാത്ത്, ഏതൊരു ഭഗവാനെ പ്രകൃതി ശക്തിയെ ഭയന്നിട്ടാണോ ത്രിഗുണാത്മകമായ ശരീരങ്ങളെ സ്വീകരിച്ച് ദേവന്മാരെല്ലാം സൃഷ്ടി മുതലായ കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ സൃഷ്ടി ആരാ? പ്രജാപതി ബ്രഹ്മാവ്, പരിപാലനം മഹാവിഷ്ണു, സംഹാരം മഹാദേവൻ, പിന്നെ മറ്റു ഉത്തരവാദിത്തങ്ങൾ കുഞ്ഞു ദേവന്മാർക്ക്. അപ്പോൾ ഏതൊരു ഭഗവാൻ പ്രകൃതി ശക്തിയെ ഭയന്നിട്ടാണോ ആ മായയുടെ ത്രിഗുണങ്ങളോട് ചേർന്ന ശരീരത്തെ സ്വീകരിച്ച് സൃഷ്ടി മുതലായ കർമ്മങ്ങൾ ചെയ്യുന്ന സകല ദേവന്മാരും അതാത് കർമ്മം കൃത്യമായി നിർവഹിക്കുന്നത്, വർത്തന്തേ നിലനിർത്തുന്നു, അനുയുഗം യുഗങ്ങൾ തോറും അവർ ഈ കർമ്മത്തെ അങ്ങനെ തന്നെ ചെയ്തിട്ട് ഏതത് ചര അചരം സർവചരാചരങ്ങളും ചരങ്ങവും അചരവുമായ എല്ലാത്തിനെയും ഉൾപ്പെടുന്ന അസ്യ ഈ ലോകത്തെ യേഷാം വശഃ ആ ഭഗവാന്റെ നിയന്ത്രണത്തിന് കീഴിലുള്ള ഈ ലോകത്തെ യുഗങ്ങൾ തോറും അവർ നിലനിർത്തുന്നു. അപ്പോൾ ഏതൊരു ഭഗവാനെ ഭയന്നിട്ടാണോ ആ ഭഗവാന്റെ നിയന്ത്രണത്തിന് കീഴിലുള്ള ചരവും അചരവുമായ എല്ലാം ഉൾപ്പെടുന്ന ഈ പ്രപഞ്ചത്തിലെ
സൃഷ്ടി മുതലായ സകല കർമ്മങ്ങളും ചെയ്യാൻ ത്രിഗുണാത്മകമായ ശരീരങ്ങളെ സ്വീകരിച്ചു വന്ന ദേവന്മാരൊക്കെ അനുയുഗം യുഗങ്ങൾ തോറും ഒരു മാറ്റവുമില്ലാതെ അവരുടെ സൃഷ്ടി പ്രക്രിയ, പരിപാലനം, സംഹാരം എല്ലാ കർമ്മങ്ങളും കൃത്യമായി ചെയ്തുകൊണ്ട് ഈ ലോകത്തെ നിലനിർത്തുന്നത്. അപ്പോൾ ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായ ത്രിമൂർത്തികൾ പോലും ആ പ്രകൃതി ശക്തിയെ ഭയന്നിട്ട്, ഭയക്ക മീൻസ് എന്ന് വെച്ചാൽ ഭയക്ക പേടിച്ച് ചെയ്യാന്നല്ല അതിൻ്റെ അർത്ഥം, സമർപ്പിച്ച് ആ ശക്തിക്ക് സമർപ്പിച്ച് ആണ് സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങൾ നിർവഹിക്കുന്നത് എന്നർത്ഥം. അങ്ങനെയുള്ള ആ ശക്തിയെയാണ് ഇനി പറയുന്നത് സഹ അനന്ത അന്ധകാര കാലഹ അനാദി ആദികൃത് അവ്യയ ജനം ജനേന ജനയൻ മാരയൻ മൃത്യുന അന്തകം. സഹ അങ്ങനെയുള്ള ആ ശക്തി അനന്തഹ അന്തമില്ലാത്തതാണ്, അന്ധകരഹ എല്ലാത്തിൻ്റെയും സംഹാരകനാണ്, കാലഹ കാലസ്വരൂപനാണ്, അനാദിഹി ആരംഭമില്ലാത്തവനാണ്, ആദികൃത്ത് തുടക്കമാണ്, എല്ലാത്തിൻ്റെയും ആരംഭം സൃഷ്ടാവാണ്, അവ്യയ നാശമില്ലാത്ത മാറ്റമില്ലാത്തവനാണ്, ജനം ജനനേ ജയം എല്ലാ ജനങ്ങളും ജനങ്ങളിൽ നിന്ന് തന്നെ ജനയൻ സൃഷ്ടിക്കപ്പെടുന്നു, അതുപോലെ മാരയൻ എന്ന് വെച്ചാൽ നശിക്കുന്നു, മൃത്യു അന്തകം എന്ന് വെച്ചാൽ മൃത്യുന അന്തകം അതായത് മരണത്തോടെ, മൃത്യു അന്തകം എന്ന് വെച്ചാൽ മരണദേവൻ, മരണത്തിൻ്റെ ദേവന് പോലും ഒരിക്കൽ മൃത്യു സംഭവിക്കുന്നു. അതായത് നമ്മൾ പറയില്ലേ ബ്രഹ്മാവിന് പോലും ഒരു ആയുസ് കൊടുത്തിട്ടുണ്ട്, 1000 ചതുർയുഗങ്ങൾ കഴിഞ്ഞ 100 വയസ്സ് ബ്രഹ്മാവിൻ്റെ. അതുപോലെ മൃത്യുദേവന് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ എല്ലാവർക്കും ആയുസ് കൊടുത്ത്, അതാണ് ഇവിടെ പറയുന്ന അന്തകം. മൃത്യുദേവന് പോലും മൃത്യുമാരയൻ മരണമെന്ന ഒരു അവസാനം മൃത്യുദേവനും കൊടുത്തു. എല്ലാ ജനങ്ങളിൽ നിന്ന് തന്നെയാണ് ജനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് അല്ലേ. ഒരാളും ഇവിടെ ആകാശത്ത് നിന്ന് പൊട്ടി വീണവരില്ല. മനുഷ്യര് അച്ഛനമ്മമാരിൽ നിന്ന് ഓരോ മൃഗങ്ങളും അവരിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. ആ ഓരോ ജീവജാലങ്ങളും അവരിൽ നിന്ന് മറ്റു ജീവജാലങ്ങളെ കൊണ്ട് തന്നെയാണ് സംഹരിക്കപ്പെടുന്നതും. അങ്ങനെ ഇവരുടെയൊക്കെ ഉള്ളിലിരുന്നു കൊണ്ട് ഓരോത്തിനും ജന്മം കൊടുക്കുന്നതും എല്ലാത്തിനും മൃത്യുദേവനെ, പ്രപഞ്ച സൃഷ്ടാവിനെ തൊട്ട് മൃത്യുദേവനെ വരെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന, തുടക്കവും ഒടുക്കവുമില്ലാത്ത കാലസ്വരൂപനായിട്ടുള്ള, നാശമില്ലാത്ത സൃഷ്ടാവായിട്ടും സംഹാരകനായി നിൽക്കുന്ന ആ ഒരേ ഒരു ശക്തി, പ്രകൃതി എന്ന ശക്തി. ആ ശക്തിയെ സമർപ്പിച്ചാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ പോലും കർമ്മം ചെയ്യുന്നത്. ആ ശക്തിയെ ഭയന്നാണ് പഞ്ചഭൂതങ്ങളും സർവ്വതും, നക്ഷത്രങ്ങളും സൂര്യനും സർവ്വതും, സസ്യങ്ങളും പുഷ്പങ്ങളും പൂക്കളും ഒക്കെ എല്ലാം, അതാത് കാറ്റും വെയിലും അഗ്നിയും എല്ലാം, സമുദ്രവും നദികളും എല്ലാതും അതിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുന്നത് ഈ പ്രകൃതി എന്ന ശക്തിക്ക് ഭയക്കുക എന്നതുകൊണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അർപ്പിച്ചിട്ട് സമർപ്പിച്ചാണ് കർമ്മം ചെയ്യുന്നത്. കാരണം ആ ചലനത്തിനുള്ള ശക്തി അവിടെ നിന്നാണ് കിട്ടുന്നത്. ആ ശക്തിയായാണ് നമ്മൾ ദൈവമായി പല പല പേരുകളിൽ വിളിക്കുന്നത്. പുരുഷൻ എന്ന് പറഞ്ഞാൽ നോളജാണ്, ജ്ഞാനമാണ്. അവിടെ ചലനമില്ല. ആ ഞാനാണെന്ന് അറിയലാണ് ജീവാത്മാവിൻ്റെ ലക്ഷ്യം. അത് അറിയിക്കുന്നത് ശക്തിയാണ്. അപ്പോൾ നമ്മൾ ആരാധിക്കുന്ന ദൈവം എന്ന് പറയുന്നത് ശക്തിയെയാണ്. ആ ചലിപ്പിക്കാൻ, കർമ്മം ചെയ്യാനുള്ള ശക്തി നൽകുന്ന ഊർജം, അതാണ് ദൈവം എന്ന് പറയുന്നത്. ആ ശക്തിയെയാണ് പ്രപഞ്ചം സൃഷ്ടി മുതൽ, മഹത്തത്വം മുതലുള്ള എല്ലാത്തിൻ്റെയും ആധാരവും, അതിൻ്റെയൊക്കെ സൃഷ്ടാവും, അതിൻ്റെയൊക്കെ സംഹാരകനും. കാരണം ആ പ്രകൃതി ശക്തിയുടെ ചലനം കൊണ്ടാണ് അതൊക്കെ ഉണ്ടായത്, ഇതൊക്കെ ഇല്ലാതാകുന്നത്. ഇതിനെയൊക്കെ സൃഷ്ടിച്ചത് ഒരിക്കലും നാശമില്ലാത്ത, എല്ലാത്തിനെയും ജനിപ്പിച്ചതും നശിപ്പിക്കുന്നതും നിലനിർത്തുന്നതും ഒരിക്കലും നാശമില്ലാത്ത ആ പ്രകൃതി എന്ന ശക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഭക്തിയോഗത്തിൻ്റെ സവിശേഷ മഹാത്മ്യങ്ങളെക്കുറിച്ച് പറയുന്നതോടുകൂടി ഈ ഒരു അധ്യായം ഇവിടെ അവസാനിച്ചു. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ.